ശ്രീ സന്ദീപ് വാര്യർ, സർക്കാർ ആണോ ഈ പരിപാടി നടത്തുന്നത്, ദേവസ്വം ബോർഡാണോ ഈ പരിപാടി നടത്തുന്നത്? അങ്ങനെയാണ് എങ്കിൽ അതിന്റെ ഫണ്ട് സമാഹരണം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളിലുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിലെ രാഷ്ട്രീയ ചായ്വ് എങ്ങോട്ട് പോകുമെന്ന ആശങ്കയാണ് UDF-നുള്ളത് എന്ന് തോന്നുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ കോടതിയിലേക്ക് വരുമ്പോൾ കോടതിയും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്, കേരളീയമടക്കമുള്ള പരിപാടികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഇതിനു മുൻപ് ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ സ്പോൺസർഷിപ്പിലൂടെ ഫണ്ട് സമാഹരണം നടത്തുക, പരിപാടി സംഘടിപ്പിക്കാനുള്ള ഫണ്ട് സമാഹരണം നടത്തുക എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ സർക്കാരിന് പൂർണ്ണ ഓണർഷിപ്പ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ സർക്കാരിൻ്റെ ഫണ്ട് എടുത്താണ് ശബരിമലയിൽ ഒരു പരിപാടി നടത്തേണ്ടത് എന്ന കാര്യം പോലും ചോദ്യം ചെയ്യുന്നുണ്ട് മറ്റു പലരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഘപരിവാർ സംഘടനകൾ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു, ഇതൊരു മതേതര സർക്കാരല്ലേ, മതേതര സർക്കാരിന് എങ്ങനെയാണ് ഒരു മതവുമായി ബന്ധപ്പെട്ട സംഘപരിവാർ സംഘടനകൾ തന്നെ ചോദ്യം ചെയ്തതാണ്, ഒരു വിശ്വാസ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് സർക്കാരിൻ്റെ ഫണ്ട് എടുത്ത് ചെലവാക്കാൻ കഴിയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിലൊരു സുതാര്യത പ്രശ്നം, നാളെ ഒരു ചോദ്യം ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിനോട് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയാനുള്ള സാഹചര്യം ഇല്ലായ്മ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ സംശയങ്ങൾക്കും കൂടുതൽ ഈ വർഗീയപരമായ ചിന്തകൾക്കുമൊക്കെ വഴിവെക്കും. നമുക്ക് ഓർമ്മയുണ്ട്, ശബരിമലയിൽ നിന്ന് ധാരാളം പണം സർക്കാർ ഊറ്റിക്കൊണ്ടു പോകുന്നു എന്ന പ്രചാരണം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ പിന്നീട് അതിന്റെ കണക്കുകളൊക്കെ മുന്നോട്ട് വെക്കുകയും നേരത്തെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞതുപോലെ കോവിഡ് കാലത്ത് ക്ഷേത്രങ്ങൾക്ക് സ്വയം വരുമാനമില്ലാതിരുന്ന സമയത്ത് അവിടുത്തെ ജീവനക്കാർക്കടക്കം ശമ്പളം കൊടുക്കാൻ സർക്കാരിന്റെ പണം അങ്ങോട്ടെടുത്ത് ചെലവഴിച്ചതിന്റെ കണക്കടക്കം പുറത്തു വന്നപ്പോഴൊക്കെയാണ് ആ നാവ് ഇത്തിരി അടങ്ങിയത്. ഈ കാര്യങ്ങളൊക്കെ മറ്റൊരു വിഷയത്തിൽ മറ്റൊരു വിധത്തിൽ പിന്നീട് ചർച്ച ചെയ്യപ്പെടും. മാധു, അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ EMS-ന് ശേഷമുള്ള താത്വികാചാര്യനും കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരിലെ വെട്ടിത്തിളങ്ങുന്ന ശുഭ്രനക്ഷത്രവും ഒപ്പം ചർച്ചകളിൽ മറ്റ് പാനലിസ്റ്റുകളോട് അങ്ങേയറ്റം ബഹുമാനത്തോടും ആദരവോടും കൂടി സംസാരിക്കുന്നതിൽ മാതൃകയും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ സ്നേഹഭാജനവുമായിട്ടുള്ള പ്രിയപ്പെട്ട അനിൽകുമാർ ഇരിക്കുന്ന ചർച്ചകളിൽ എന്നെപ്പോലുള്ള നിലവാരം കുറഞ്ഞവരെ ഇനി മുതൽ വിളിക്കരുത് എന്ന് ഞാൻ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. സഹ പാനലിസ്റ്റുകൾ മുഴുവൻ നിലവാരമില്ലാത്തവരാണെന്ന് അദ്ദേഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിലവാരത്തോടൊപ്പം ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ലാത്തതുകൊണ്ട് ഇനി ഈ ബഹുമാനപ്പെട്ട അനിൽകുമാറിനെ പോലെ ഇത്രയും മഹത്വമാർന്ന ഒരു വ്യക്തിത്വം ഇരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങാൻ തയ്യാറാണ്. ദയവ് ചെയ്ത് ഈ മഹാനിരിക്കുന്ന ചർച്ചകൾക്ക് വിളിക്കരുതേ എന്ന് ഞാൻ മാതൃഭൂമിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന് പിന്നെ അദ്ദേഹത്തോട് ഒരു കാര്യം വിനയത്തോട് ഓർപ്പിക്കുകയാണ്, തൊട്ടപ്പുറത്തിരിക്കുന്ന തേജസ് പത്രത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകനായ NP ചേക്കുട്ടി, സബ്ജക്ട് ടു കറക്ഷനാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം നേരത്തെ SFI പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഒരു മുൻകാല SFI പ്രവർത്തകനെ പഴയകാല കോമ്രേഡ് തിരിച്ചറിയാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. ചേക്കുട്ടി സാർ തന്നെ തിരുത്തിക്കോട്ടെ. അദ്ദേഹം മാധ്യമ പ്രവർത്തകനായി പോയി ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ മാധ്യമത്തിൽ, ഏതെങ്കിലും ഒരു സംഘടനയുടെ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ അതായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയമായിട്ടൊരു കമൻറ്റ് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് സംബന്ധിച്ച് പറയുന്ന ആളുകൾ തന്നെ ചിന്തിക്കട്ടെ. മറ്റൊന്ന്, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താ, ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലല്ലോ. വളരെ വൈകാരികമായിട്ടുള്ളൊരു വിഷയത്തിൽ, വിശ്വാസികളെ അങ്ങേയറ്റം വ്രണപ്പെടുത്തിയിട്ടുള്ളൊരു വിഷയത്തിൽ, ശബരിമലയുടെ കോറായിട്ടുള്ള വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള പിണറായി വിജയനും സംഘവും ഇവിടെ വന്നിട്ട് അയ്യപ്പ സംഘം നടത്തുമ്പോൾ അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ പിന്നെ പാഴൂർ പടിപ്പര വരെ പോകേണ്ട ഒരു കാര്യമില്ല. ഇവന്മാർ തട്ടിപ്പുകാരാണെന്നും ഇവർ ശബരിമലയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയവരാണെന്നും ഇവർ ആ കാലത്ത് നടത്തിയിട്ടുള്ള നരനായിട്ടും എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമല്ലേ. അപ്പോൾ അത് പറയുന്ന സമയത്ത് 9 മാസം മുമ്പ് BJP വിട്ട എന്നെ വീണ്ടും പഴയ ആലയത്തിൽ കെട്ടിക്കൊണ്ട് അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സരിനോടും ഇതുപോലെയാണോ? സരിനെ കാണുമ്പോൾ സരിനെ താങ്കളുടെ പഴയ പാർട്ടി എന്ന് പറഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? അങ്ങനെയാണോ? ഇനി അല്ല, OK വാസുവിനെ കാണുമ്പോൾ നിങ്ങൾ ഭയ്യാജി ജോഷിയെ കുറിച്ച് സംസാരിച്ചിട്ടാണോ അഭിപ്രായം പറയാറുള്ളത്? എന്നോട് ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ കാര്യങ്ങൾ ചോദിക്കണം. ഞാൻ കോൺഗ്രസിന്റെ വക്താവാണ്, എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായമേ ഈ ചർച്ചയിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വെറുതെ മറ്റു കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതാണ് നിലവാരക്കുറവെന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ മതി. ഇനി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹം ചോദിച്ചു. രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു. ജെൻഡർ ഇക്വാളിറ്റി സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷേ ശബരിമലയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം വളരെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം രാഹുൽ ഗാന്ധി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ വിശ്വാസി സമൂഹത്തോടൊപ്പമാണെന്ന് അദ്ദേഹം ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞ വിഷയമാണ്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്താണെന്ന് ചോദിക്കുന്ന അർത്ഥമൊന്നുമില്ല. നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങളാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ പേരിൽ കേരളത്തിൽ നരനായാട്ട് നടത്തിയത്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് പിൻവലിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള കേസുകളിൽ നിങ്ങൾ എപ്പോഴത്തെ നിലപാട് എന്താണ്? ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നിലപാട് അറിയാൻ ആഗ്രഹിക്കുന്നു. തന്ത്രിമാരെ കുറിച്ച് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ? തന്ത്രിയെ ആക്ഷേപിച്ചതിൽ നിന്ന് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? പിന്നെ പ്രളയകാലത്ത്
പിന്നെ പുതിയ കന്യ അയ്യപ്പന്മാരെ വരാത്തത് കൊണ്ട് മാളികപ്പുറത്തമ്മയുടെയും അയ്യപ്പന്റെയും വിവാഹം കഴിഞ്ഞു എന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ച സ്വരാജിനെ പുറത്താക്കിയിട്ട് വേണ്ടേ നിങ്ങൾ അയ്യപ്പ സംഗമം നടത്താൻ? അല്ലെങ്കിൽ അയ്യപ്പന്മാർക്ക് ഇതിനേക്കാൾ വലിയ അവഹേളനം ഉണ്ടോ? നിങ്ങളുടെ ഏറ്റവും വലിയ സംസ്ഥാന സെക്രട്ടറി ഞാൻ ഒറ്റ കാര്യം അനുമതിയോടുകൂടി ഇടപെട്ട് ചോദിച്ചോട്ടെ സന്ദീപ് വാര്യർ, ഇത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ആ പ്രവിശ്യയുടെ ആ ഭൂമികയുടെ ആ ജിയോഗ്രഫിക് പരിധിയിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ആ ക്ഷേത്രത്തിന്റെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതിന്റെ സാധ്യതകളെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായ സ്വരൂപത്തിലുള്ള വേദി ഒരുക്കാനുമുള്ള ഒന്നല്ലേ? എന്തിനാണിത് എപ്പോഴും ഈ വിശ്വാസത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടുന്നത്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശ്നം ഈ ശബരിമല വിഷയം തീരുന്നത് വരെ, ശബരിമല പ്രക്ഷോഭ കാലത്തെടുത്ത എല്ലാ കേസും തീരുന്നത് വരെ ശബരിമലയിൽ ഒരു വികസനവും വേണ്ടേ? സർക്കാർ ആ നിലയ്ക്ക് ഒരു ചുവട് പോലും വെക്കാൻ പാടില്ലേ? അവിടെയും പ്രധാനം ഉദ്ദേശശുദ്ധി തന്നെയാണ് പ്രശ്നമുള്ളത്. ഈ വികസനം എന്ന് പറയുമ്പോൾ ഇവരുദ്ദേശിക്കുന്ന വികസനത്തിന്റെ പുറകിൽ നടക്കുന്ന എന്താണെന്ന് വ്യക്തമായി സംശയിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ മാധു, 112 ഏക്കർ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അനുമതിയോടുകൂടി ഏറ്റെടുത്ത് നൽകിയിട്ടുള്ള സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. അതിന് പകരം ഇടുക്കിയിൽ 112 ഏക്കർ സ്ഥലം തിരിച്ചു കൊടുത്തു. അങ്ങനെ 112 ഏക്കർ സ്ഥലം ശബരിമല വികസനത്തിന് വേണ്ടി ഏറ്റെടുത്ത് കൊടുത്തിട്ട് ഈ 9 വർഷക്കാലം അവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരു ഹുണ്ടിക കൊണ്ടുപോയി വെച്ചോ? ഒരു കാണിക്ക വഞ്ചി കൊണ്ടുപോയി വെക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ഓരോ സീസൺ കാലത്തും പരാതിക്കുമേൽ പരാതി മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറയണ്ടല്ലോ. ഇപ്പോൾ അവിടുത്തെ പിന്നെ അവിടുത്തെ പ്രസാദ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം ആക്ഷേപങ്ങളുണ്ട്. ഓരോ അയ്യപ്പന്മാരുടെ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും ഓരോ സീസണിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പരിഹരിക്കാതെ ഇപ്പോൾ ഈ 9ാം വർഷം പോയി അയ്യപ്പ ഭക്ത സംഘം സംഘടിപ്പിച്ച് 3000 പേര് പങ്കെടുത്തിട്ട് അവിടെ ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് കേട്ടവൻ ഇത് വിശ്വസിക്കണമെങ്കിൽ ഉണ്ണുന്നത് ചോറായിരിക്കരുത്. മനസ്സിലായല്ലോ? നമ്മളിന്ന് തിരുവോണമായതുകൊണ്ട് ഉച്ചയ്ക്ക് നല്ല സദ്യ കഴിച്ച ആളുകളാ, ചോറ് കൂട്ടി ഭക്ഷണം കഴിച്ച ആളുകളാ. അതുകൊണ്ട് അവരോട് പോയിട്ട് ഞങ്ങൾ 3000 പേരെ വിളിച്ചു കൂട്ടിയിട്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്ന സമയത്ത് പറയുമ്പോൾ അതിന് പുറകിൽ CPM-ന് മറ്റു പല ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. CPM-ന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല ശബരിമലയുടെ പ്രശ്നം. ശബരിമല നിലനിൽക്കണമെങ്കിൽ അവിടുത്തെ ആചാരങ്ങൾ നിലനിൽക്കണമെന്നേ. ആ ആചാരം നിലനിൽക്കാതെ ശബരിമലയിൽ ക്ഷേത്രമില്ലാതെ, ക്ഷേത്രത്തിൽ വിശ്വാസമില്ലാതെ, വിശ്വാസികൾക്ക് പിന്നെ അവരുടെ ആചാരം സംരക്ഷിക്കാൻ കഴിയാതെ നിങ്ങൾ അവിടെ കുറെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കാൻ എന്ന പേരിൽ നടത്തുന്ന ഈ തട്ടിപ്പ് സംഘമല്ലാതെ അങ്ങനെ ശബരിമലയിൽ ആചാരവുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ വിശ്വാസം നിലനിൽക്കാത്തതുമായി ബന്ധപ്പെട്ട ഭീഷണിയൊന്നും നിലനിൽക്കുന്നില്ലല്ലോ ശ്രീ സന്ദീപ് വാര്യർ. അതാണ് നേരത്തെ പാർട്ടി സെക്രട്ടറി ചോദിച്ചില്ലേ, കഴിഞ്ഞു പോയ കാര്യമല്ലേ എന്ന്. ഭീഷണി സർക്കാരിന്റെ നിലപാടല്ലേ ഭീഷണി? മാധു അല്ല, കഴിഞ്ഞു പോയ കാര്യമല്ലല്ലോ മാധു. കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസികളെ വിശ്വാസം അറച്ചെടുക്കാൻ വേണ്ടി സർക്കാർ എന്ത് ചെയ്യണം? സർക്കാർ പോയി കോടതി പോയി പറഞ്ഞു ഞങ്ങളുടെ നിലപാട് മാറി, ഞങ്ങൾ ശബരിമല ആചാരം സംരക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ശബരിമലയിൽ പിന്നെ പ്രത്യേക കാലയളവിലുള്ള സ്ത്രീ പ്രവേശനം ആവശ്യമില്ല, യുവതീ പ്രവേശനം ആവശ്യമില്ല എന്നുള്ള വിശ്വാസികളുടെ നിലപാടിനൊപ്പമാണ് ഞങ്ങൾ എന്ന് എന്തേ പറയാൻ പറ്റാതെ പോകുന്നത്? അതങ്ങ് പറഞ്ഞ പ്രശ്നം തീരില്ലേ? അങ്ങനെ നിലപാട് മാറിയിട്ടുണ്ടോ? ഞങ്ങൾ ഭൂലോകം ഇടിഞ്ഞു ആകാശം ഇടിഞ്ഞു വീണാലും നിലപാട് മാറില്ല എന്ന് പറഞ്ഞവരല്ലേ? ആകാശം ഇടിഞ്ഞു വീണാലും ശബരിമലയെ സംബന്ധിച്ച് നിലപാട് മാറില്ല. ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ ആളുകളെ, CPM-കാരായിട്ടുള്ള പോലീസുകാരെ കാവൽ നിർത്തിയിട്ടല്ലേ അവിടെ ആചാര ലംഘനം നടത്തിയത്? ഇതിലും വലിയ നെറികേട് വിശ്വാസ സമൂഹത്തോട് കാണിക്കാനുണ്ടോ? ആ ദൃശ്യങ്ങൾ നമുക്ക് മറന്നു പോകാൻ കഴിയുമോ? അന്നത്തെ ദിവസം നമുക്ക് മറക്കാൻ കഴിയുമോ? അന്നത്തെ ദിവസം കേരളത്തിലെ വിശ്വാസികളുടെ മനസ്സിലുണ്ടായ വ്രണം മാറ്റാൻ ഇതുകൊണ്ടൊക്കെ കഴിയുമോ? ഇതൊന്നും മാറ്റാതെ ഇത്രയും വലിയ ദ്രോഹം ശബരിമലയോട് ചെയ്തവര് അങ്ങനെ ശബരിമലയെ അങ്ങ് അടിസ്ഥാന സൗകര്യ വികസനം നടത്തി അങ്ങ് നന്നാക്കി കളയുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാടാണോ മധു? അങ്ങനെ വിശ്വസിക്കാൻ രണ്ടാം സർക്കാർ നിലവിൽ വരുന്നത്.